എ റെക്ടാംഗുലർ ഗാർഡൻ ഹാസ് എ പെരിമീറ്റർ ഓഫ് 40 മീറ്റേഴ്സ്. അപ്പോൾ റെക്ടാംഗുലർ ഗാർഡന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഗാർഡന്റെ പെരിമീറ്റർ എന്ന് പറയുന്നതാണ് 40 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതി വെക്കാം. സോ പെരിമീറ്റർ ഓഫ് ഗാർഡൻ 40 മീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് റെക്ടാംഗുലർ ഗാർഡൻ. നമുക്ക് ലെങ്ത് L എന്ന് എടുക്കാം, ബ്രെഡ്ത്ത് B എന്ന് എടുക്കാം. അപ്പോൾ പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്? 2 × L + B ആണ് 40 മീറ്റർ എന്ന് പറയുന്നത്. അതായത് L + B നമുക്ക് 20 ആയി. ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അങ്ങനെ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയി. സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഗാർഡൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ 2 മീറ്റേഴ്സ്. സോ ഫസ്റ്റ് ലെങ്ത് L ആയിരുന്നു, ബ്രെഡ്ത്ത് B ആയിരുന്നു. കണ്ടീഷൻ എങ്ങനെയാണ്? ലെങ്ത് ഇസ് ഇൻക്രീസ്ഡ് ബൈ 2 മീറ്റേഴ്സ്. ഓക്കെ. ആൻഡ് ദ വിഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 മീറ്റേഴ്സ്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായി മാറുന്നു? 2 മീറ്റേഴ്സ് ഡിക്രീസ് ആവും. ഓക്കെ. ദ ഏരിയ ഓഫ് ദ ഗാർഡൻ ഡിക്രീസസ് ബൈ 12 സ്ക്വയർ മീറ്റേഴ്സ്. സോ ഏരിയയുടെ ഫോർമുല എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് LB - 12. സോ ലെങ്ത് 2 ഇൻക്രീസ് ചെയ്യുന്നു, ബ്രെഡ്ത്ത് 2 ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഏരിയ എന്താവുന്നു? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ 12 ഡിക്രീസ് ചെയ്യുന്നു. സോ ഇതാണ് അതിന്റെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. LB - 2L + 2B - 4 is equal to LB - 12. LBയും ക്യാൻസൽ ആയി. സോ 12 - 4 is equal to 2L - 2B. 8 is equal to 2 × L - B. So L - B is equal to 4. 2 ഇപ്പുറത്ത് വരുന്ന ഡിവിഷൻ ആയി, അങ്ങനെ 4 ആയി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ. സോ എങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ 2L = 24 എന്ന് വരും. സോ L is equal to 12. ലെങ്ത് 12 കിട്ടി. സോ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്. സോ ഫസ്റ്റ് ഇക്വേഷനിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 20 അല്ലേ. ഇതിൽ L ന്റെ വാല്യൂ 12 കൊടുക്കും, B എത്ര കിട്ടും? B യുടെ വാല്യൂ എന്ന് പറയുന്നത് 8 വരും.